നാം കാണുന്ന സ്വപ്നങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരണമെങ്കിൽ വി ഹാവ് ടു വിൻ അവർ ഇന്നർ ബാറ്റിൽസ്. അതായത് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്, ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? അതുപോലെ ഒരു യുദ്ധം നമ്മുടെ ഉള്ളിലും നടക്കുന്നുണ്ട്, പലതരത്തിലുള്ള സംഘർഷങ്ങൾ. അപ്പൊ ഈ സംഘർഷങ്ങളെ അതിജീവിക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ നമ്മളായി മാറാൻ പറ്റൂ. നമ്മളെല്ലാവരും തന്നെ നാളെയെക്കുറിച്ച് ഒരുപാട് സ്വപ്നമുള്ളവരാണ് അല്ലെ? അങ്ങനെ സ്വപ്നം കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നേടുക, ആരെങ്കിലുമൊക്കെ ആയിത്തീരുക എന്നുള്ളതൊക്കെ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും സ്വപ്നവും ഒക്കെയാണ്. പക്ഷെ നമ്മളിൽ പലർക്കും നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടർന്നു പോകാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളെ, നാം കാണുന്ന സ്വപ്നങ്ങളെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുന്നതിനായിട്ട് പ്രയത്നിക്കാൻ സാധിക്കുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഉള്ളിലെ ഭയം തന്നെയാണ്. ഫിയർ സ്റ്റോപ്സ് അവർ ജേർണി ടുവാർഡ് സക്സസ് എന്ന് കേട്ടിട്ടില്ലേ? അതായത് നമ്മുടെ മുന്നോട്ടുള്ള കുതിപ്പിനെ, നമ്മുടെ പ്രോഗ്രസ്സിലേക്കുള്ള യാത്രയെ ഒക്കെ ലിമിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനൊക്കെ തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ തന്നെ ഉള്ളിലുള്ള ഭയമാണ്. എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ധാരാളം സോഷ്യൽ റീച്ച് പ്രോഗ്രാംസിൽ, അതായത് കമ്മ്യൂണിറ്റി പ്രോഗ്രാംസിലൊക്കെ ധാരാളം പങ്കെടുക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ ധാരാളം സ്ത്രീകളുമായിട്ട് എനിക്ക് ഇടപഴകാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്ത്രീകളുമായിട്ട് ഇടപഴകുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഒരുപാട് ടാലൻസും സ്കിൽസും ഒക്കെ ഉള്ള ധാരാളം സ്ത്രീകളുണ്ട്. പലരുടെയും കഴിവുകൾ കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ട് നിന്നിട്ടുണ്ട്. പക്ഷെ ഇവരിൽ പലർക്കും അവരുടെ കഴിവുകൾ പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അത് പ്രയോജനപ്രദമായി അവർ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. ഇത് കാരണം ഉള്ളിലുള്ള ഭയം തന്നെയാണ്. ഫിയർ ഡിഫീറ്റ്സ് പീപ്പിൾ മോർ ദാൻ എനിത്തിങ് എൽസ് ഇൻ ദ വേൾഡ്. അതായത് മറ്റെന്തിനേക്കാളും നമ്മളെ തളർത്തുന്നത്, തകർക്കുന്നത്, അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലെ ഭയം തന്നെയാണ്. കുട്ടിക്കാലം മുതൽക്ക് തന്നെ നമ്മൾ കേട്ടു വളർന്ന ഒരു കൺവെൻഷണൽ സൈക്കിൾ ഉണ്ട്, ഒരു പരമ്പരാഗത ചക്രം അല്ലെ? അതായത് കുറെ പഠിക്കുക, കുറെ വിദ്യാഭ്യാസം ചെയ്യുക, അത്യാവശ്യം നല്ലൊരു ജോലി സമ്പാദിക്കുക, വിവാഹം കഴിക്കുക, സെറ്റിൽ ആവുക. ഈ ഒരു കൺവെൻഷണൽ സൈക്കിളിൽ നിന്നും മാറി ചിന്തിക്കാൻ തന്നെ നമ്മളിൽ പലർക്കും പേടിയാണ്. സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾക്ക് പലർക്കും പേടിയാണ് അല്ലെ? ഉള്ളിൽ എന്തോ ഒരു ഭയമാണ്. അതായത് മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് എന്തോ ഒരു ഭയമാണ്. ഒരു നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു ചെറിയ ഉദാഹരണം പറയുവാണെങ്കിൽ, നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഫംഗ്ഷന് വേണ്ടിയിട്ട് നല്ല നല്ല ഭംഗിയുള്ള, നല്ല കളർഫുൾ ആയിട്ടുള്ള സാരി, അതായത് നല്ല ബ്രൈറ്റ്ലി കളേർഡ് ആയിട്ടുള്ള സാരി, അല്ലെങ്കിൽ അതുപോലുള്ള ചുരിദാറോ, അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് ഔട്ട്ഫിറ്റ്സ് ഒക്കെ നേരത്തെ തന്നെ സെലക്ട് ചെയ്ത് വെക്കാറുണ്ട് അല്ലേ? പക്ഷെ അന്നത്തെ ദിവസം, അതായത് ആ ഫംഗ്ഷന്റെ ദിവസം, നമ്മൾ ഈ ഇത്രയും ഭംഗിയുള്ള നല്ല ബ്രില്യൻ്റ്ലി കളേർഡ് ആയിരിക്കും. അപ്പൊ ഇത്രയും ഭംഗിയുള്ള ഈ ഡ്രസ്സ് നമ്മളിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നോക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും, അയ്യോ ഇതിട്ടോണ്ട് പോയാൽ ഇന്ന് എല്ലാവരും എന്നെ ആയിരിക്കും നോക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവരുടെയും ശ്രദ്ധ എന്നിലേക്കായിരിക്കുമല്ലോ എന്ന് നമ്മൾ തന്നെ വിചാരിക്കും. അല്ലെങ്കിൽ നമ്മുടെ അമ്മയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരു കമന്റ് പറയുവാണ്, ഓ ഇത്രയും കളറൊക്കെ ഇട്ടോണ്ട് പോണോ എന്ന് ചോദിച്ചാൽ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും അല്ലെ? നമ്മൾ എന്ത് ചെയ്യും? അത് മാറ്റിവെച്ച് മറ്റൊരു ഡ്രസ്സ് ഇട്ട് ആ ഫംഗ്ഷന് പോകും. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച ഡ്രസ്സ് ഇട്ട് നമ്മളെ നല്ല രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യണം എന്നുണ്ട്. പക്ഷെ എന്തോ ഒരു ഭയം നമ്മളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഭയം എന്നുള്ള ഇമോഷൻ ആവശ്യമില്ലേ? തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. നമ്മളിപ്പോൾ കാടിൻ്റെ ഉള്ളിലൂടെയുള്ള ഒരു റോഡിലൂടെ യാത്ര ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നമ്മുടെ പല റോഡുകളും വൈൽഡ് ലൈഫ് സാങ്ച്വറീസിൻ്റെയൊക്കെ അകത്തൂടെ പോകുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു റോഡിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഭയം ആവശ്യമാണ്. കാരണം ഏത് സമയത്ത് വേണമെങ്കിലും ഒരു വന്യജീവി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം. അപ്പോൾ അതിന് വേണ്ട മുൻകരുതലുകൾ എടുക്കാൻ, അതിൻ്റെ ആ ഒരു ധാരണയിലിരിക്കാൻ, പ്രിക്കോഷൻസ് എടുക്കാൻ എല്ലാം നമ്മൾക്ക് ഭയം ആവശ്യമാണ്. അതുപോലെ നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ നമുക്ക് അറ്റൻഡ് ചെയ്യണമെന്നുണ്ട്. നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ഭയം ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും ഭയം വേണം. പക്ഷേ ഭയം ഒരു പരിധി കടന്നാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഇൻ്റർവ്യൂവിലെ പെർഫോമൻസിനെ ബാധിക്കും. നമ്മൾ തയ്യാറെടുത്ത് പോകുന്ന പല കാര്യങ്ങളും നമുക്ക് ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പേ നല്ല രീതിയിൽ പറയാൻ പറ്റിയെന്ന് വരില്ല അല്ലേ?
അപ്പോൾ ഭയം എന്നുള്ള ഇമോഷൻ നമ്മളെ ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയായിരിക്കണം, പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടിയായിരിക്കണം, അല്ലാതെ ഒരിക്കലും നമ്മളെ തളർത്താനാകരുത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പലർക്കും പേടിയാണ്. എല്ലാവരുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്, കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ അങ്ങനെ. അപ്പോൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായിരിക്കാൻ അത് പുറമോടിയിൽ മാത്രമല്ല, അല്ലെങ്കിൽ പുറം കാഴ്ചയിൽ മാത്രമല്ല, നമ്മളുടെ ചിന്തകളിൽ, നമ്മളുടെ കഴിവുകളിൽ, നമ്മളുടെ പ്രവൃത്തികളിൽ, നമ്മളുടെ നിലപാടുകളിൽ എല്ലാം വേറിട്ട് നിൽക്കാൻ നമ്മൾക്ക് ഭയമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഭയത്തിനെ നമ്മൾക്ക് അതിജീവിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് നമ്മളുടെ കഴിവുകളും അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന സ്വപ്നത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ഏത് ജോലിക്കും കുറച്ച് സ്കിൽ സെറ്റ്സ് ആവശ്യമാണ് അല്ലേ? ഏത് ജോലി ചെയ്യാനും അതിൻ്റേതായിട്ടുള്ള കുറച്ച് നൈപുണ്യം ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഭയത്തെയും നമുക്ക് ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ മറികടക്കാൻ കുറച്ച് സ്കിൽസ് മാത്രം മതിയാകും. ആ സ്കിൽസ് എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ വീഡിയോ വളരെ ലെങ്തി ആയിപ്പോകും. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് പറയുക. സ്റ്റേ ട്യൂൺഡ്, സീ ഇൻ അനദർ വീഡിയോ. ബൈ.